ഇതോടുകൂടി നമ്മുടെ അസർബൈജാൻ വിശേഷങ്ങളുടെ ഖത്തമാവുകയാണ്. ചെറിയൊരു ട്രിപ്പായിരുന്നു, ഒരു 4 ദിവസത്തെ. അതിൽ ഇത്രയൊക്കെ വിശേഷങ്ങളെ എനിക്ക് പറയാനുള്ളൂ. ട്രിപ്പ് കഴിഞ്ഞപ്പോൾ ഉണ്ടായ നമ്മളുടെ 2 റിഗ്രറ്റ്സ്, അതാണ് ഞാനിതിൽ പറയുന്നത്. ഒന്ന്, നമ്മൾ കണ്ണും പൊട്ടി വിശ്വസിച്ച് നമ്മളുടെ ഡ്രൈവർ സ്പിൽബർഗ് നമ്മളെ ഒന്ന് തേച്ചു. ഏതെങ്കിലും നാട്ടിൽ പോയാൽ അവിടുത്തെ ഒത്തൻറ്റിക് ഫുഡ് കഴിക്കണം എന്നാണല്ലോ അതിൻ്റെ ഒരു ഇത് നമ്മൾ ഓനോട് പറഞ്ഞപ്പോൾ ഓൻ നമ്മളെ 2-3 റെസ്റ്റോറൻറ്റിൽ കൊണ്ടുപോയി. റീസണബിൾ ആൻഡ് ഒത്തൻറ്റിക്, അതായിരുന്നു അവൻ്റെ പോയിന്റ്. ഒത്തൻറ്റിക് യെസ് ആയിരിക്കാം, നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു. പക്ഷെ വരുന്ന ഫുഡിൻ്റെ ക്വാണ്ടിറ്റി നമ്മൾ 4 പേർക്ക് വിശാലമായി കഴിക്കാനുള്ളത് ഓർഡർ ചെയ്താലും ഒരു പൂച്ചയ്ക്ക് കഴിക്കാനുള്ള അളവേ അവർ കൊണ്ടുപോയി തരുന്നുണ്ടായിരുന്നുള്ളൂ. ബില്ലാണെങ്കിൽ നമ്മൾ മനസ്സിൽ കാൽക്കുലേറ്റ് ചെയ്യുന്നതിൻ്റെ ഡബിളൊക്കെ. അവൻ തേച്ചതാന്ന് നമുക്ക് ആദ്യം മനസ്സിലായില്ലായിരുന്നു കേട്ടോ. നമ്മൾ തിരിച്ചെത്തി ഈ വിശേഷങ്ങളൊക്കെ ഒരു അസർബൈജാൻ്റെ ഫ്രണ്ടിനോട് പറഞ്ഞപ്പോഴാണ് സ്പിൽബർഗ് തേച്ചതാന്ന് നമുക്ക് മനസ്സിലായത്. ഇനിയിപ്പോൾ തിരിച്ചു പോയി അവനെ ചീത്ത വിളിക്കാനൊന്നും പറ്റില്ലല്ലോ, അതുകൊണ്ട് ക്ഷമിച്ചേക്കാം. രണ്ടാമത്തെ റിഗ്രറ്റ്, നമുക്ക് സ്നോഫാൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയില്ല. ഒരുപാട് നാളായിട്ട് ബക്കറ്റ് ലിസ്റ്റിലുള്ളതായിരുന്നു. സ്നോ ഉണ്ടായിരുന്നു, ഫ്രഷ് സ്നോ, പക്ഷെ ഫോൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയില്ല. സാരില്ല, സമയമുണ്ടല്ലോ, അടുത്ത തവണ നോക്കാം. പിന്നെ എത്ര നല്ല ഡെസ്റ്റിനേഷൻ ആണെങ്കിലും അത് എൻജോയ് ചെയ്യണമെങ്കിൽ നമ്മുടെ കൂടെയുള്ള ആൾക്കാരും അവരോടത്തുള്ള നമ്മുടെ വൈബും എല്ലാം ഒരേപോലെയാണെങ്കിലല്ലേ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ പോയ യാത്രകളിലെ വൺ ഓഫ് ദ ബെസ്റ്റ് ഇതായിരുന്നു എന്ന് കണ്ണടച്ച് പറയാൻ പറ്റും. കാരണം അസീലയും ഷെരീഫും അത്ര അടിപൊളി കമ്പാനിയൻസ് ആണ്. ഫ്രണ്ട്സ് എന്ന് പറയാൻ പറ്റില്ല, ഫാമിലി തന്നെയാണ്.